ഹലോ ലവ്ലീസ്, നമുക്കിന്നൊരു MCU സ്പെഷ്യൽ വീഡിയോ ആയാലോ? സിനിമാ ലോകത്തെ വിസ്മയിപ്പിക്കാൻ മാർവൽ വീണ്ടും വരികയാണ്. 2008 ഒരു ചെറിയ ഗോയ്ക്കുള്ളിലിരുന്ന് ടോണി സ്റ്റാർക്ക് തൻ്റെ ആദ്യത്തെ അയൺമാൻ സ്യൂട്ട് നിർമ്മിച്ചപ്പോൾ ആരും കരുതിയില്ല അതൊരു 10-15 വർഷത്തെ സിനിമാ ചരിത്രമാകുമെന്ന്. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം കണ്ടിറങ്ങിയപ്പോൾ നമ്മളെല്ലാവരും ഒരു യുഗം അവസാനിച്ചു എന്ന് വിശ്വസിച്ചു. എന്നാൽ മാർവൽ സിനിമാറ്റിക് യൂണിവേഴ്സ് അതിൻ്റെ ഏറ്റവും വലിയ പരീക്ഷണത്തിന് തയ്യാറെടുക്കുകയാണ്. 2026 ഡിസംബറിൽ തിയേറ്ററുകളിലെത്താൻ പോകുന്ന അവഞ്ചേഴ്സ് ഡൂംസ്ഡേ വെറുമൊരു സിനിമയല്ല, ഇത് മൾട്ടിവേഴ്സ് എന്ന ആശയത്തിൻ്റെ പൂർണ്ണതയാണ്. റോബർട്ട് ഡോണി ജൂനിയർ ഡോക്ടർ ഡൂമായി മടങ്ങി വരുന്നു എന്ന വാർത്ത കേട്ടപ്പോൾ മുതൽ ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേമികൾ ആവേശത്തിലാണ്. എന്തുകൊണ്ട് RDJ? എന്തുകൊണ്ട് ഡോക്ടർ ഡൂം? ഈ സിനിമ കാണാൻ പോകുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട എല്ലാ സിനിമകളെയും സീരീസുകളെയും കുറിച്ചുള്ള ഒരു അടിപൊളി ഗൈഡൻസ് ആണ് ഈ വീഡിയോ. അപ്പോൾ സ്കിപ്പ് ചെയ്ത് കാണുക, കാരണം ഇതിൽ പറയുന്ന ഓരോ പോയിന്റും ഡൂംസ്ഡേയുടെ കഥയുമായി ബന്ധപ്പെട്ടതാണ്. കാങ് എന്ന വില്ലൻ എന്ത് സംഭവിച്ചു? യഥാർത്ഥത്തിൽ ഈ സിനിമയുടെ പേര് അവഞ്ചേഴ്സ് കാങ് ഡൈനാസ്റ്റി എന്നായിരുന്നു. മാർവൽ പ്ലാൻ ചെയ്തിരുന്നത് കാങ് ദ കോൺകറർ എന്ന വില്ലനെ കേന്ദ്രീകരിച്ചായിരുന്നു. ആൻറ്റ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമേനിയ എന്ന സിനിമയിൽ നമ്മൾ കണ്ടത് കാങ്ങിൻ്റെ ഒരു വേരിയന്റിനെയാണ്. എന്നാൽ നടൻ ജൊനാഥൻ മേജേഴ്സിനെതിരെ ഉണ്ടായ നിയമപ്രശ്നങ്ങൾ കാരണം മാർവലിന് ആ പ്ലാൻ മാറ്റേണ്ടി വന്നു. ഇവിടെയാണ് മാർവൽ തങ്ങളുടെ ഏറ്റവും വലിയ വില്ലനെ പുറത്തെടുക്കുന്നത്, വിക്ടർ വോൺ ഡൂം. കോമിക്സിൽ താനോസിനേക്കാൾ ബുദ്ധിയും അയൺമാനേക്കാൾ സാങ്കേതിക വിദ്യയും ഡോക്ടർ സ്ട്രേഞ്ചിനേക്കാൾ മന്ത്രവാദവും അറിയാവുന്ന ഒരാളാണ് ഡോക്ടർ ഡൂം. ഈ ഡൂമിൻ്റെ വിളയാട്ടം കാട്ടുന്ന ഡൂംസ്ഡേയുടെ കഥ പൂർണ്ണമായും മനസ്സിലാക്കണമെങ്കിൽ ഇതിനു മുമ്പുള്ള ചില നിർണായകമായ സിനിമകളും സീരീസും കണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അവയെക്കുറിച്ചെല്ലാമുള്ള ചില പോയിന്റുകളും കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് വിശദമായി പരിശോധിച്ചാലോ? ലെറ്റ്സ് ഗോ. അയൺമാൻ ട്രൈലോജിയും അവഞ്ചേഴ്സ് സിനിമകളും നമുക്കൊരു ഫൗണ്ടേഷൻ എന്ന് പറയാം. നിങ്ങൾ മിക്കവരും ഈ സിനിമകളെല്ലാം കണ്ടിട്ടുണ്ടാകും. എങ്കിലും ഡോക്ടർ ഡൂമായി റോബർട്ട് ഡോണി ജൂനിയർ എത്തുമ്പോൾ പഴയ ടോണി സ്റ്റാർക്കുമായിട്ടുള്ള സാമ്യം പ്രേക്ഷകരെയും കഥാപാത്രങ്ങളെയും എങ്ങനെ ബാധിക്കുമെന്നതൊരു പ്രധാന കാര്യമാണ്. 2008 അയൺമാനിലൂടെയായിരുന്നു MCUവിൻ്റെ തുടക്കം. ടോണി സ്റ്റാർക്ക് എന്ന കഥാപാത്രത്തെ നമ്മൾ പരിചയപ്പെടുന്നതും ഇവിടെയാണ്. പിന്നെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിം, ടോണി സ്റ്റാർക്കിൻ്റെ ത്യാഗം, ഇത് കണ്ടിരിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഡൂംസ്ഡേയിൽ വരുമ്പോൾ ആ ഇമോഷണൽ ബാക്ക്ഗ്രൗണ്ട് കഥയെ സ്വാധീനിച്ചേക്കാം. പിന്നെ നമ്മുടെ ലോഗി സീസൺ 1 and 2 2 സീസണുകൾ ഇറങ്ങിയിട്ടുണ്ട്. അവഞ്ചേഴ്സ് ഡൂമിൻ്റെ മൾട്ടിവേഴ്സ് പശ്ചാത്തലത്തിലുള്ള സിനിമ ആയതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സീരീസ് ലോഗിയാണ്. ലോഗിയുടെ സീസൺ 1 നമ്മൾ TVA ടൈം വേരിയൻസ് അതോറിറ്റി എന്ന സംഘടനയെ പരിചയപ്പെട്ടു. പ്രപഞ്ചത്തിലെ സമയക്രമം, സേക്രഡ് ടൈം ലൈൻ തെറ്റിക്കാതെ നോക്കുന്നവരാണിവർ. ഇതിൻ്റെ അവസാനം ഹീ ഹൂ റിമെയിൻസ് കൊല്ലപ്പെടുന്നതോടെ മൾട്ടിവേഴ്സ് തുറക്കപ്പെടുന്നു. ഇത് അനന്തമായ പ്രപഞ്ചങ്ങൾക്കും അവയിലെ യുദ്ധങ്ങൾക്കും വഴിതെളിച്ചു. 2ാം സീസണിൻ്റെ അവസാനം ലോഗി സ്വയം ത്യാഗം ചെയ്തുകൊണ്ട് എല്ലാ ടൈം ലൈനുകളെയും സംരക്ഷിക്കുന്ന ഗോഡ് ഓഫ് സ്റ്റോറീസായി മാറുന്നു. പ്രപഞ്ചങ്ങൾ തമ്മിൽ കൂട്ടിയിടിക്കുന്ന പരിപാടിയായ ഇൻകർഷൻസ് പിടിച്ചു നിർത്തുന്നത് ലോഗിയാണ്. ഡൂംസ്ഡേയിൽ ഡോക്ടർ ഡൂം ലക്ഷ്യമിടുന്നത് ഒരുപക്ഷെ ഈ മൾട്ടിവേഴ്സിൻ്റെ നിയന്ത്രണമായിരിക്കാം. അതിനാൽ ലോഗിയുടെ ഈ പുതിയ റോൾ സിനിമയിൽ വലിയ സ്വാധീനം ചെലുത്തും. 3ാമതായി നമുക്ക് ഡോക്ടർ സ്ട്രേഞ്ച് ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസിനെ പറയാം. മൾട്ടിവേഴ്സിനെ കുറിച്ചും ഇൻകർഷൻ എന്ന പ്രതിഭാസത്തെക്കുറിച്ചും ഏറ്റവും വ്യക്തമായി പറയുന്നത് ഈ സിനിമയിലാണ്. ഇൻകർഷൻ എന്ന് വെച്ചാൽ 2 പ്രപഞ്ചങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടി നശിക്കുന്ന അവസ്ഥയാണ്. കോമിക്സുകളിൽ നോക്കിയാൽ ഡോക്ടർ ഡൂം തൻ്റെ അധികാരം സ്ഥാപിക്കുന്നത് ഇത്തരം ഇൻകർഷനുകളിൽ നിന്ന് പ്രപഞ്ചത്തെ രക്ഷിക്കാനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ടാണ്. അമേരിക്ക ചാവേസ്, ഒരു പ്രപഞ്ചത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് സഞ്ചരിക്കാൻ കഴിവുള്ള അമേരിക്ക ചാവേസ് ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രമാണ്. ഡോക്ടർ ഡൂമിന് മൾട്ടിവേഴ്സ് കീഴടക്കാൻ ഇവരുടെ സഹായം ആവശ്യമായി വന്നേക്കാം. ക്ലിയ, സിനിമയുടെ പോസ്റ്റ് ക്രെഡിറ്റ് സീനിൽ വരുന്ന ക്ലിയ പ്രപഞ്ചങ്ങൾ കൂട്ടിമുട്ടാൻ പോവുകയാണെന്നും അത് തടയാൻ സ്ട്രേഞ്ച് വരണമെന്നും പറയുന്നുണ്ട്. ഇത് നേരിട്ട് ഡൂംസ്ഡേയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒരു കാര്യമാണ്. സ്പൈഡർമാൻ നോ വേ ഹോം, മൾട്ടിവേഴ്സ് ക്രോസ് ഓവർ എങ്ങനെയായിരിക്കും എന്നതിൻ്റെ ആദ്യ സൂചന നൽകിയ ചിത്രമാണിത്. MCUവിൽ മറ്റു യൂണിവേഴ്സിലെ സ്പൈഡർമാൻമാരും വില്ലന്മാരും ഒരേ യൂണിവേഴ്സിലെത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഇതിൽ കാണാം. ഡൂംസ്ഡേയിലും സമാനമായ രീതിയിൽ പല പ്രപഞ്ചങ്ങളിൽ നിന്നുള്ള ഹീറോകൾ ഒന്നിക്കാനുള്ള സാധ്യതയുണ്ട്. ടോണി സ്റ്റാർക്കിൻ്റെ മുഖമുള്ള ഒരു വില്ലനെ കാണുമ്പോൾ പീറ്റർ പാർക്കറുടെ പ്രതികരണം എന്തായിരിക്കും എന്നത് നമ്മളൊക്കെ ഒന്ന് ഉറ്റുനോക്കുന്ന കാര്യമല്ലേ? ഷാങ്-ചി ആൻഡ് ദ ലെജൻഡ് ഓഫ് ദ 10 റിങ്സ്. ഷാങ്-ചിയിലെ ആ 10 മോതിരങ്ങൾ വെറുമൊരു ആയുധമല്ല, അവ ബഹിരാകാശത്തു നിന്നോ മറ്റു പ്രപഞ്ചങ്ങളുമായി കണക്റ്റായിട്ട് ഒരു സിഗ്നൽ അയക്കുന്നുണ്ടെന്ന് സിനിമയുടെ അവസാനം സൂചിപ്പിക്കുന്നുണ്ട്. ഈ സിഗ്നൽ ആർക്കാണ് പോകുന്നത്? അതൊരു പക്ഷേ വരാനിരിക്കുന്ന ഡോക്ടർ ഡൂമിലേക്കോ അല്ലെങ്കിൽ മൾട്ടിവേഴ്സിലെ മറ്റ് ഭീഷണികളിലേക്കോ ഉള്ള ഒരു സൂചനയാകാം. കൂടാതെ പുതിയ അവഞ്ചേഴ്സ് ടീമിൽ ഷാങ്-ചി ഒരു പ്രധാന അംഗവും കൂടെ ആയിരിക്കും. ആൻറ്റ്മാൻ ആൻഡ് ദ വാസ്പ് ക്വാണ്ടമേനിയ, യഥാർത്ഥത്തിൽ കാങ് എന്ന വില്ലനെ കേന്ദ്രീകരിച്ചായിരുന്നു ഈ സിനിമ നിർമ്മിച്ചത്. എന്നാൽ ഇപ്പോൾ വില്ലൻ മാറിയെങ്കിലും ക്വാണ്ടം റിയൽ എന്ന സങ്കല്പം ഇപ്പോഴും പ്രസക്തമാണ്. ടൈം ആൻഡ് സ്പേസ് എന്നിവയ്ക്ക് അതീതമായി ലോകം വഴി എങ്ങനെ സഞ്ചരിക്കാം എന്ന് ഈ സിനിമ കാണിച്ചു തരുന്നു. ഡോക്ടർ ഡൂം തൻ്റെ സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ഇത്തരം സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചേക്കാം. ദ ഫാന്റാസ്റ്റിക് ഫോർ ഫസ്റ്റ് സ്റ്റെപ്സ്. ഡോക്ടർ ഡൂമിനെ കുറിച്ച് പറയുമ്പോൾ ഫാന്റാസ്റ്റിക് ഫോറിനെ ഒഴിവാക്കാൻ കഴിയില്ല.
കോമിക്സിൽ റീഡ് റിച്ചാർഡ്സ്, അതായത് മിസ്റ്റർ ഫാന്റാസ്റ്റിക്കും വിക്ടർ വോൺ ഡൂമും തമ്മിലുള്ള ശത്രുത പ്രസിദ്ധമാണ്. ഈ സിനിമ ഡൂംസ്ഡേയിലേക്ക് നേരിട്ടുള്ള ഒരു ബ്രിഡ്ജ് എന്ന് തന്നെ പറയാം. ഫാന്റാസ്റ്റിക് ഫോറിൻ്റെ യൂണിവേഴ്സ് അവഞ്ചേഴ്സ് ഡൂംഡേയിൽ ഉണ്ടാവുന്നുള്ള കാര്യം എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറായ കെവിൻ ഫെയ്സ് തന്നെ കൺഫേം ചെയ്തിട്ടുണ്ട്. ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. ഈ സിനിമ വെറും ഒരു ആക്ഷൻ കോമഡി മാത്രമല്ല, ഡൂംസ്ഡേയിലേക്ക് നേരിട്ടുള്ള ചില സൂചനകളും ഇതിലുണ്ട്. ആങ്കർ ബീങ്. ഓരോ പ്രപഞ്ചത്തിനും നിലനിൽക്കാൻ ഒരു ആങ്കർ ബീങ് ആവശ്യമാണെന്ന് ഈ സിനിമ നമ്മളെ പഠിപ്പിക്കുന്നു. ഒരു വ്യക്തി മരിച്ചാൽ ആ പ്രപഞ്ചം സാവധാനം നശിക്കാൻ തുടങ്ങും. ടോണി സ്റ്റാർക്ക് മരിച്ചതോടെ നമ്മുടെ മെയിൻ പ്രപഞ്ചം എർത്ത് 616 അപകടത്തിലാണോ? ഡോക്ടർ ഡൂം ഈ സാഹചര്യം മുതലെടുക്കുമോ എന്നൊക്കെ ഒരു പ്രസക്തമായ ചോദ്യങ്ങളാണ്. ഇതിൽ TVA-യുടെ റോളം നോക്കാം. ലോഗി സീരീസിന് ശേഷം TVA എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നതിൽ കാണാം. പ്രപഞ്ചങ്ങളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കാസൻഡ്ര നോവയെ പോലുള്ള വില്ലന്മാരെ നേരിടാൻ ഇവർക്ക് കഴിയുമെങ്കിലും ഡോക്ടർ ഡൂമിനെ പോലെ ഒരാൾ വന്നാൽ TVA എന്ത് ചെയ്യും എന്നൊരു വലിയ ചോദ്യമാണ്. ഡെഡ്പൂളിനിപ്പോൾ ഒരു പ്രപഞ്ചത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകാനുള്ള സാങ്കേതിക വിദ്യയുണ്ട്, മൾട്ടിവേഴ്സ് ട്രാവൽ. ഇത് അവഞ്ചേഴ്സുമായി ഒത്തുചേരാൻ സഹായിച്ചേക്കാം. പിന്നെ നോക്കിയാൽ ബ്ലാക്ക് പാന്തർ, വക്കാണ്ട ഫോർ എവർ. ഈ സിനിമയിൽ നമ്മൾ പരിചയപ്പെട്ട നമോർ എന്ന കഥാപാത്രവും ടലോക്കൻ എന്ന രാജ്യവും ഡൂംസ്ഡേയിൽ വലിയ പങ്ക് വഹിക്കാൻ സാധ്യതയുണ്ട്. ലോകരാജ്യങ്ങൾ വൈബ്രേനിയത്തിനായി വക്കാണ്ടയുമായി കൊമ്പുകോർക്കുന്ന അവസ്ഥയാണിപ്പോൾ. ഡോക്ടർ ഡൂം തൻ്റെ രാജ്യമായ ലാറ്റ്വീരിയ സ്ഥാപിക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും കരുത്തുറ്റ ലോഹമായ വൈബ്രേനിയം കൈക്കലാക്കാൻ ശ്രമിക്കുമെന്നുള്ള സംശയമില്ല. വക്കണ്ടയും ടെലോക്കനും തമ്മിലുള്ള സഖ്യമോ അല്ലെങ്കിൽ ശത്രുതയോ ലോകക്രമത്തെ മാറ്റും. ഡോക്ടർ ഡൂം ഒരു വില്ലൻ എന്നതിലുപരി ഒരു ഭരണാധികാരി കൂടി ആയതിനാൽ ഈ രാജ്യങ്ങളുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ഇടപാടുകൾ കഥയെ സ്വാധീനിക്കും. ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ്. സാം വിൽസൺ പുതിയ ക്യാപ്റ്റൻ അമേരിക്കയായി തൻ്റെ ആദ്യ സിനിമയായി എത്തി. ഇത് ഡൂംസ്ഡേക്ക് മുന്നേ പ്രധാനമായി കണ്ട സിനിമകളിലൊന്നാണ്. എറ്റേണൽ സിനിമയിലെ ടിയാമൊത്ത് എന്ന സെലസ്റ്റിയലിൻ്റെ ശരീരത്തിൽ നിന്ന് അഡമാന്റിയം വേർതിരിച്ചെടുക്കുന്നതിനെക്കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. ഈ അപൂർവ ലോഹം സ്വന്തമാക്കാൻ ഡോക്ടർ ഡൂം രംഗത്തെത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ്. സാം വിൽസൺ എങ്ങനെയാണ് ചിതറക്കിടക്കുന്ന ഹീറോകളെ ഒന്നിപ്പിക്കുന്നത് എന്ന് ഈ സിനിമ കാണിച്ചു തരും. ഡോക്ടർ ഡൂമിനെ നേരിടാൻ ഈ ടീം സജ്ജമാണോ എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാം. തണ്ടർ ബോൾട്സ്. MCUവിലെ ആൻറ്റി ഹീറോകളെ ഒന്നിക്കുന്ന സിനിമയാണത്. യെലേന ബെലോവ, റെഡ് ഗാർഡിയൻ, വിൻ്റർ സോൾജിയർ, ജോൺ വാക്കർ AK US ഏജൻറ്റ് തുടങ്ങിയവർ ഇതിലുണ്ട്. അവഞ്ചേഴ്സിന് പകരമായി ഗവൺമെൻറ് ഉണ്ടാക്കുന്ന ടീമാണിത്. എന്നാൽ ഇവർക്ക് ഡോക്ടർ ഡൂമിനെ പോലെ ബുദ്ധിമാനും ശക്തനുമായ ഒരാളെ നേരിടാൻ കഴിയില്ലെന്ന് നമുക്കറിയാം. സിനിമയിലെ മറ്റു 2 സ്ട്രോങ് ക്യാരക്ടേഴ്സാണ് വെലന്റീന അലെഗ്ര ഡി ഫോണ്ടൈനും സെൻട്രിയും. സെൻട്രിയുടെ ശക്തി അളവറ്റതാണ്. ഡോക്ടർ ഡൂമിനെ നേരിടാൻ സെൻട്രിയുടെ സഹായം തേടേണ്ടി വരുമോ എന്നത് കണ്ടറിയണം. പിന്നെ നമ്മൾ നോക്കേണ്ടത് വാട്ട് ഇഫ്. ഈ സീരീസ് കണ്ടിരിക്കേണ്ട അത്യാവശ്യമാണ്, കാരണം ഇതിലെ ഓരോ എപ്പിസോഡും വ്യത്യസ്ത പ്രപഞ്ചങ്ങളെക്കുറിച്ചാണ്. സുപ്രീം സ്ട്രേഞ്ച് തൻ്റെ പ്രപഞ്ചത്തെ രക്ഷിക്കാൻ എന്തും ചെയ്യുന്ന ഒരു ഡോക്ടർ സ്ട്രേഞ്ചിനെ നമ്മളിവിടെ കാണുന്നു. ഇതിന് സമാനമായ ഒരു ചിന്താഗതിയാണ് ഡോക്ടർ ഡൂമിനും ഉള്ളത്. പല പ്രപഞ്ചങ്ങളിൽ നിന്നുള്ള ഹീറോകളെ ഒന്നിക്കുന്നത് എങ്ങനെയാണെന്ന് ഇതിൽ കാണാം. അതുപോലെ തന്നെ ഡൂംസ്ഡേയിലും സീക്രട്ട് വാഴ്സിലും ഇതേ മോഡൽ പിന്തുടരാൻ സാധ്യതയുണ്ട്. മിസ് മാർവൽ ആൻഡ് ദ മാർവൽസ്. ഈ സിനിമകളിൽ നമ്മൾ കണ്ട 100 ഡയമെൻഷൻ പിന്നെ മൾട്ടിവേഴ്സിലുണ്ടായ വിള്ളലുകളും പ്രധാനമാണ്. മിസ് മാർവലിൻ്റെ കയ്യിലുള്ള ബാംഗിൾസിന് പ്രപഞ്ചങ്ങൾക്കിടയിൽ ഡോറുകൾ തുറക്കാൻ കഴിയും. ഇത് ക്വാണ്ടം വാല്യൂകളുമായി ബന്ധപ്പെട്ടതാണ്. ഡോക്ടർ ഡൂമിന് മൾട്ടിവേഴ്സിലൂടെ സഞ്ചരിക്കാൻ ഇത്തരം പുരാതന വസ്തുക്കൾ ആവശ്യമായി വന്നേക്കാം. ദ മാർവൽ സിനിമയുടെ അവസാനം മോണിക്ക റാംബോ മറ്റൊരു പ്രപഞ്ചത്തിലെത്തുകയും അവിടെ ബീസ്റ്റ് എന്ന കഥാപാത്രത്തെ കാണുകയും ചെയ്യുന്നു. എക്സ്മെൻ കഥാപാത്രങ്ങൾ ഡൂംസ്ഡേയിൽ എത്തുന്നതിൻ്റെ വലിയൊരു തെളിവാണിത്. ഇനി ആരാണ് ഡോക്ടർ ഡൂം? സിനിമ കാണുന്നതിന് മുമ്പ് ഈ കഥാപാത്രത്തെക്കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം. മാർവൽ കോമിക്സിലെ ഏറ്റവും കരുത്തനും ബുദ്ധിമാനുമായ വില്ലന്മാരിൽ ഒരാളാണ് വിക്ടർ വോൺ ഡൂം. ലാറ്റ്വീരിയയുടെ ഭരണാധികാരി. കിഴക്കൻ യൂറോപ്പിലെ ലാറ്റ്വീരിയ എന്ന രാജ്യത്തിൻ്റെ ഏകാധിപതിയാണ് അദ്ദേഹം. തൻ്റെ രാജ്യത്തെ ലോകത്തിലെ ഏറ്റവും വികസിതമായ രാജ്യമാക്കി മാറ്റാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. ടോണി സ്റ്റാർക്കിനെ പോലെ തന്നെ ഒരു പ്രതിഭയായ ശാസ്ത്രജ്ഞനാണ് ഡൂം. എന്നാൽ അതിലുപരി അദ്ദേഹം ഒരു മികച്ച മന്ത്രവാദി കൂടിയാണ്. ഡോക്ടർ സ്ട്രേഞ്ചിൻ്റെ അത്രയും തന്നെ മന്ത്രവിദ്യയിൽ വൈദഗ്ധ്യമുള്ള വ്യക്തി. സ്റ്റാർക്കിൻ്റെയും സ്ട്രേഞ്ചിൻ്റെയും ശക്തികൾ കൂടിച്ചേരുമ്പോൾ പിന്നെ ഡൂമിൻ്റെ കാര്യം എങ്ങനെയാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ. രക്ഷകൻ്റെ മുഖംമൂടിയുള്ള വില്ലൻ. താൻ ലോകം കീഴടക്കുന്നത് അത് നശിപ്പിക്കാനല്ല, മറിച്ച് മനുഷ്യരാശിയെ സംരക്ഷിക്കാനാണെന്ന് ഡൂം വിശ്വസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ കണ്ണിൽ അവഞ്ചേഴ്സ് ലോകത്തെ കുഴപ്പത്തിലാക്കുന്നവരാണ്. റോബർട്ട് ഡോണി ജൂനിയർ. ഡോക്ടർ ഡൂമായി എത്തുമ്പോൾ MCUവിൻ്റെ ഹൃദയമായ ടോണി സ്റ്റാർക്കിനെ അവതരിപ്പിച്ച RDJ തന്നെ വില്ലനായി വരുന്നത് വെറുമൊരു കാസ്റ്റിംഗ് തീരുമാനമല്ല. ഇതിന് പിന്നിൽ വലിയൊരു സബ്പ്ലോട്ട് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. മറ്റൊരു പ്രപഞ്ചത്തിലെ ടോണി സ്റ്റാർക്ക് തന്നെ ഡോക്ടർ ഡൂമായി മാറുന്നൊരു കഥയാകാം ഇത്. ജസ്റ്റ് ഒരു തിയറി. അയൺമാൻ ഒരു പ്രപഞ്ചത്തിൽ രക്ഷകനായപ്പോൾ മറ്റൊരു പ്രപഞ്ചത്തിൽ അയാളൊരു സ്വേച്ഛാധിപതിയെ മാറുന്നത് കാണിക്കുന്നത് വലിയൊരു വൈകാരിക മാറ്റമായിരിക്കും. സ്പൈഡർമാൻ, വാർ മെഷീൻ തുടങ്ങിയ ടോണി സ്റ്റാർക്കിനെ ആഴത്തിൽ സ്നേഹിച്ച ഹീറോകൾക്ക് അദ്ദേഹത്തിൻ്റെ മുഖമുള്ള ഒരു ക്രൂരനായ വില്ലനെ നേരിടേണ്ടി വരുമ്പോൾ ഉണ്ടാകുന്ന മാനസിക സംഘർഷം സിനിമയുടെ ഹൈലൈറ്റ് ആയിരിക്കും.
അവഞ്ചേഴ്സ് ഡൂംസ്ഡേ കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം വരുന്നത് അവഞ്ചേഴ്സ് സീക്രട്ട് വാർസ് ആണ്. ഈ രണ്ട് സിനിമകളും തമ്മിൽ നല്ല സ്ട്രോങ് കണക്ഷനുണ്ട്. കോമിക്സിൽ എല്ലാ പ്രപഞ്ചങ്ങളും ഇൻകർഷൻ വഴി നശിക്കുമ്പോൾ അവയുടെ അവശിഷ്ടങ്ങൾ ചേർത്ത് ഡോക്ടർ ഡൂം ഒരു പുതിയ ലോകം സൃഷ്ടിക്കുന്നു. ഇതിനാണ് ബാറ്റിൽ വേൾഡ് എന്ന് വിളിക്കുന്നത്. ഇവിടെ ഡൂം ഒരു ദൈവത്തെ പോലെയാണ് ഭരിക്കുന്നത്, ഗോഡ് എംപറർ ഡൂം. പ്രപഞ്ചങ്ങളുടെ പുനഃസൃഷ്ടി, മൾട്ടിവേഴ്സ് എന്നേക്കുമായി അവസാനിക്കുകയും പകരം ഒരു സിംഗിൾ ടൈം ലൈൻ വരികയും ചെയ്യുന്നതോടെയായിരിക്കും സീക്രട്ട് വാർസ് അവസാനിക്കുക. ഇത് MCUവിന് ഒരു കംപ്ലീറ്റ് റീബൂട്ട് നൽകാൻ സഹായിക്കും. നേരിട്ട് ബന്ധമില്ലെങ്കിലും കഥയുടെ ഗ്രോത്തിന് സഹായിക്കുന്ന മറ്റു ചില സിനിമകൾ ഇവയൊക്കെയാണ്. എറ്റേണൽസ്, ഭൂമിയിൽ ഉറങ്ങിക്കിടക്കുന്ന സെലസ്റ്റിയലായ ടിയാമോത്ത്. ഇത് പല രാജ്യങ്ങളും തമ്മിലുള്ള യുദ്ധത്തിന് കാരണമാകും. ഈ സെലസ്റ്റിയലിൻ്റെ ഊർജ്ജം ഡോക്ടർ ഡൂം ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഗാർഡിയൻസ് ഓഫ് ദ ഗാലക്സി വോളിയം 3. ബഹിരാകാശത്തെ ഹീറോകൾ ഭൂമിയിലെ യുദ്ധത്തിൽ എങ്ങനെ സഹായിക്കും എന്ന് ചിന്തിക്കാൻ ഇത് സഹായിക്കും. ആഡം വാർലോക്ക് എന്ന അതിശക്തനായ കഥാപാത്രം ഡൂമിനെതിരെയുള്ള യുദ്ധത്തിൽ നിർണായകമാകും. ഇനിയിപ്പോൾ ഇതെല്ലാം കണ്ടിട്ട് തലവയ്ക്കാൻ നിങ്ങൾക്ക് സമയമില്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് ഈ പറയാൻ പോകുന്ന സിനിമകൾ മാത്രം കണ്ടിരിക്കുക. അവഞ്ചേഴ്സ് എൻഡ് ഗെയിം, ടോണി സ്റ്റാർക്കിൻ്റെ പശ്ചാത്തലം അറിയാൻ. ലോഗി സീസൺ 1 and 2 മൾട്ടിവേഴ്സ് മനസ്സിലാക്കാൻ. ഡോക്ടർ സ്ട്രേഞ്ച് ഇൻ ദ മൾട്ടിവേഴ്സ് ഓഫ് മാഡ്നസ്, ഇൻകർഷൻ എന്താണെന്നറിയാൻ. ഫാന്റാസ്റ്റിക് ഫോർ 2025 ഇറങ്ങിയത്. ദ ഫസ്റ്റ് സ്റ്റെപ്സ്, ഡൂമിൻ്റെ ഉത്ഭവം അറിയാൻ. ക്യാപ്റ്റൻ അമേരിക്ക ബ്രേവ് ന്യൂ വേൾഡ്, പുതിയ പൊളിറ്റിക്സ് സാഹചര്യം അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ തണ്ടർബോൾട്സും. അവഞ്ചേഴ്സ് ഡൂംസ്ഡേ വെറുമൊരു സിനിമയല്ല, മറിച്ച് മാർവൽ ഇതുവരെ കാണിച്ച എല്ലാ കഥകളുടെയും ഒരു സംഗമ ഭൂമിയാണ്. റോബർട്ട് ഡൗണി ജൂനിയർ എന്ന നടൻ്റെ തിരിച്ചുവരവും അതിലേക്ക് ഡോക്ടർ ഡൂം എന്ന വില്ലൻ്റെ കരുത്തും ചേരുമ്പോൾ അത് ലോക സിനിമയിലെ തന്നെ ഏറ്റവും വലിയ വണ്ടറായി മാറും. അപ്പോൾ ഫാം, ഇത്രയുമാണ് അവഞ്ചേഴ്സ് ഡൂംസ്ഡേക്ക് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. മുകളിൽ പറഞ്ഞ സിനിമകളും സീരീസുകളും കണ്ട് തീർക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഓരോ ചെറിയ സൂചനകളും കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ തിയറീസും നിങ്ങൾക്കുടെ ഫാൻ തിയറീസും താഴെ രേഖപ്പെടുത്താൻ മറക്കണ്ട. അപ്പോൾ ഈ മൾട്ടിവേഴ്സ് യുദ്ധത്തിൽ ആര് ജയിക്കും, ആര് അതിജീവിക്കും, എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം.